ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രണയസാഗരം അധ്യായം 25. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ ചോദിച്ചു, അളിയൻ ശരിക്കും എവിടെയാണ്? എടാ, എവിടെയാണ് എന്നതിനെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഈ തിരക്കും ബേജാറും അതിൻ്റെയൊക്കെ ഇടയിൽ ആകെ മറന്നുപോയി. ഒരിക്കൽ ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അളിയൻ ഇവിടെ വന്നിരുന്നു. കയ്യിൽ എന്തൊക്കെയോ എഗ്രിമെൻ്റ് പേപ്പറൊക്കെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വിരലിൽ മുക്കി എഗ്രിമെൻ്റ് ഒപ്പിടുവെച്ച് പോവുകയും ചെയ്തു. എന്ത് എഗ്രിമെൻ്റ് ആണെന്നോ എന്തിനാണ് ഒപ്പിട്ടതെന്നോ എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അതെന്തെങ്കിലും ചികിത്സയുടെ എഗ്രിമെൻ്റ് ആവുമല്ലോ. ചികിത്സയ്ക്ക് ഞാനും കൂടി ഒപ്പിടേണ്ട എന്ത് പേപ്പറുകളാണ്? അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമൊന്നും നൽകാൻ കഴിയുമായിരുന്നില്ല. എന്നാണ് ഒപ്പിട്ടതെന്നും എന്തിനാണ് ഒപ്പിട്ടതെന്നും വ്യക്തമായി അറിയുമില്ലല്ലോ. മോനെ, ഇന്ന് നൂറ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, അവളെ ഒന്ന് കാണാലോ. എന്തായാലും സമാധാനമായി. അവൻ ആ വിഷയത്തിൽ നിന്നും മാറിയല്ലോ. ഉള്ളിൽ സമാധാനിച്ചുകൊണ്ട് ഉപ്പ പുറത്തേക്കിറങ്ങി. നൂറയുടെ മുറിയിൽ നിന്നും പതിയെ മെഹറുവിൻ്റെ മുറിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെഹറുവിനെ കണ്ടതും അവൾ വാക്കുകളില്ലാതെ വിതുമ്പിപ്പോയി. അവളുടെ ബെഡ് നൂറുവിൻ്റെ ബെഡിനടുത്തേക്ക് ചേർത്തിട്ടു. നമ്മളെ പാത്തുപോയി. മെഹറുവിനെ കണ്ടതും ആദ്യത്തെ പരാതി അവൾ അവതരിപ്പിച്ചു. ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ നിശബ്ദനായി നിന്നുപോയി അവൻ. അല്ലെങ്കിൽ നാളെ തന്നെ കുഞ്ഞിനെ കാണാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൻ. പതിയെ ഒരു കുഞ്ഞിനെ പോലെ അവൻ കരഞ്ഞു തുടങ്ങി. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊന്നു ലനൂറ. എന്ത് ചെയ്തിട്ടാണ് നമുക്ക് സ്നേഹിച്ച് കൊതുമാറിയോ മോളെ അവളെ? കണ്ണിൽ നിന്നും ചിരിയും മുഖവും മാറുന്നില്ലേക്ക. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ചോദിക്കുന്നതാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ. എല്ലാവരും കൂടെ മറച്ചു വെച്ചിട്ടിപ്പോൾ സാറിലടാ പോട്ടെ, അവളെ ലാളിക്കാനുള്ള ഭാഗ്യമൊന്നും നമുക്കുണ്ടായിട്ടില്ല. അതിന് പടച്ചോ നമുക്ക് വിധി തന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. നൂറ അവനെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ കൂടെ നമ്മളെയും അങ്ങ് എടുക്കാമായിരുന്നില്ലേ പടച്ചോന്? നമുക്ക് മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെയൊരു ജീവിതം? നൂറയേക്കാൾ കൂടുതൽ സങ്കടം മെഹറുവിനായിരുന്നെന്ന് തോന്നി. മെഹറുവിൻ്റെ ബെഡിൽ നിന്നും അവൻ കൈകുത്തി അവളുടെ കയ്യിൽ തൊട്ടു. അവളും അവനെ അങ്ങനെ നോക്കിക്കിടന്നു, അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ. പാതി വഴിയിൽ എപ്പോഴോ മുറിഞ്ഞുപോയ പ്രണയത്തിൻ്റെ അനന്തമായ ഒരു സാഗരം ആ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആപത്തുകളിലും വേദനകളും എപ്പോഴും ഒരിക്കൽ കൂടി ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി അടിവരയിട്ട ഒരു പ്രണയം. മെഹറു, ഞാനെന്നും ഒരു നക്ഷത്ര സ്വപ്നവും കാണുമായിരുന്നു. എന്നെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു സ്വപ്നം. ചിലപ്പോൾ അത് നമ്മുടെ കുഞ്ഞിപ്പാത്തു ആക്കും നൂറ. മെഹറു അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ചിലപ്പോഴൊക്കെ. അളിയനെയും സുറുമയും കണ്ടില്ലല്ലോ. അളിയൻ എന്തോ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരെയാണെന്ന് പറയുന്നത് കേട്ട് സുറുമിയും കൂടെ പോയിട്ടുണ്ടത്രേ. ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ? മെഹറു നൂറയോട് ചോദിച്ചു. നിനക്കാവുമോ ചക്ക? നിനക്ക് വേണ്ടി ആയില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാടി? മെഹറു ചേർത്ത് പിടിക്കാനായി കൈകൾ നീട്ടി. ഹലോ, അതെ, സർക്കസ് കളിക്കാൻ വേണ്ടിയല്ല രണ്ടുപേരെ ഒരു മുറിയിലാക്കിയത്. ഒരുമിച്ച് കുറച്ചു നേരം വർത്തമാനം പറയാനോ മിണ്ടാനോ പറയാനൊക്കെ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും ഇവിടെ കിടന്ന് സർക്കസ് കൂട്ടാൻ നോക്കിയാലേ രണ്ടിനും രണ്ട് വാർഡിലാക്കും ഞങ്ങൾ, പറഞ്ഞേക്കാം. ഡ്യൂട്ടി നേഴ്സ് അവരെ നോക്കി പറഞ്ഞു. ചമ്മലടക്കി നൂറ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. പറയിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ? അവൾ പതിയെ അവനോട് ചോദിച്ചു. നീ അടുത്തുണ്ടാവുമ്പോൾ എനിക്കെന്താ ഒരു സമാധാനം? പക്ഷേ പടച്ചോന് നമ്മളോടെന്തോ പ്രശ്നമുണ്ട്. അതെന്താടി? നമ്മൾ ഓരോ തവണ അടുക്കുമ്പോഴും പടച്ചോൻ നമ്മളെ അകത്തിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഹണിമൂണിന് പോയപ്പോൾ ജയിലിലേക്കും ടൂറിന് പോയപ്പോൾ ആശുപത്രിയിലേക്കും. അതിനിടയിൽ നമ്മുടെ പൊന്നുമോളുടെ നഷ്ടം. ഇതൊക്കെ നമുക്ക് തിരുത്തിയാൽ തീരുന്നതാണോ മേറു? പടച്ചോന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് നൂറ.
അവൻ്റെ മേലിലുള്ള നമ്മുടെ വിശ്വാസം എത്ര ഉണ്ടെന്നറിയാൻ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിരിക്കുക. അങ്ങനെ ആശ്വസിക്കാം മെഹ്റു, അല്ലാതെന്ത് പറയാനാ അല്ലേ? ഉപ്പ രാവിലെ വന്നപ്പോൾ ഉപ്പയുടെ കയ്യിൽ നിന്നും മെഹ്റു തൻ്റെ ഫോൺ വാങ്ങിച്ചിരുന്നു. സിസ്റ്ററെ, ഞാനൊരു പാട്ട് പ്ലേ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? മെഹ്റു ഉറക്കെ വിളിച്ചു ചോദിച്ചു. നിർബന്ധമാണോ? നിർബന്ധമാണ്. ഇവളുള്ളപ്പോൾ എനിക്കത് പാടിയേ പറ്റൂ. എങ്കിൽ പാടിക്കോളൂ, ഞങ്ങൾക്ക് കൂടി കേൾക്കാലോ. മെഹ്റു പതിയെ ഫോണിൻ്റെ യൂട്യൂബ് തുറന്ന് അതിൽ നിന്നും ഒരു ഗാനം തിരഞ്ഞെടുത്തു. ചെറിയ താളത്തിൽ, ചെറിയ ലയത്തിൽ അതങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. മഴ ചാറും ഇടവഴിയിൽ, നിഴലാടും കൽപ്പടവിൽ, ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ, ഇളം നാമ്പ് പോൽ, കുളിർ കാറ്റുപോലെ, ചാര വന്നോളൂ, എൻ്റെ ചാര വന്നോളൂ. നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. നേഴ്സുമാർ അവർക്കരികിലേക്ക് വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അവർ മെഹ്റുവിനെ അഭിനന്ദിച്ചു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇണക്കുരുവികളാണ്. ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളായി മാത്രം കണ്ടാൽ മതി. മെഹ്റു നൂറുവിനെ നോക്കി. അപ്പോഴും അവൾ കരച്ചിൽ തന്നെയായിരുന്നു. ഡി, ഇങ്ങോട്ട് നോക്കിയേ. മെഹ്റു അവളെ വിളിച്ചു എങ്കിലും അവൾക്ക് വിളി കേൾക്കാൻ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ കുഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ മെഹ്റു. എന്ത് ചെയ്യാൻ പറ്റും പെണ്ണെ, പോയത് പോയില്ലേ. നമുക്കതിൻ്റെ പുറകെ പോകാൻ കഴിയില്ലല്ലോ. എനിക്ക് സങ്കടങ്ങൾ തീർന്നിട്ട് തീരുന്നില്ലേക്കാ. മെഹ്റുവിൻ്റെ ഫോണിലെ ഗാലറിയിലെ ഫോട്ടോ മുഴുവൻ കണ്ട് അവൾ കണ്ണു നിറച്ചിരുന്നു. അവസാനമായി തൻ്റെ കുഞ്ഞോമനയുമായിട്ട് അവരുടെ ഫോട്ടോ മുഴുവൻ അതിലുണ്ടായിരുന്നു. ബീച്ചിലെ ആ സന്ധ്യാസമയം ഉണ്ടായിരുന്നു. ഐസുരുത് കഴിക്കുമ്പോഴും മണലിൽ കാല് പൂഴ്ത്തി വെച്ചപ്പോഴും എല്ലാം അവളുണ്ടായിരുന്നു. ആരൊക്കെ വന്നാലും കുഞ്ഞിപ്പാത്തുവിനെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ല പെണ്ണെ. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അതെ, നിങ്ങളിങ്ങനെ സെൻറ്റി അടിച്ച് കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന വീട്ടിൽ പോക്ക് നടക്കില്ല കേട്ടോ. ഉഷാറായിട്ടിരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാലേ വീട്ടിലേക്ക് പോവാം. നേഴ്സ് അവരോട് അടക്കം പറഞ്ഞു. നൂറയും മെഹ്റുവും കൈകൾ കോർത്ത് കണ്ണടച്ച് അങ്ങനെ കിടന്നു. നൂറ, എന്താടാ? നമുക്കിവിടുന്ന് ഇറങ്ങി ഒരു ഹെൽത്തൊക്കെ ഒക്കെ ആയിട്ടൊരു യാത്ര പോകണം. എന്താ സഖാവേ? എങ്ങോട്ടാ യാത്ര? അങ്ങനെയൊന്നുമില്ല മാഷേ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു യാത്ര. നമുക്ക് നമ്മുടെ കോളേജ് മഹാരാജ് ഗേറ്റിലൂടെ ഒരിക്കൽ കൂടി കൈകോർത്ത് നടക്കണ്ടേ? വാഗപ്പൂക്കൾ പരാവതാനി വിരിച്ച് ചുവന്ന കാർപ്പറ്റിലൂടെ നടക്കണ്ടേ? ഒടുവിൽ ആരും കാണാതെ ഏതെങ്കിലും ഒരു മരച്ചൂട്ടിൽ കെട്ടിപ്പിടിച്ചിരിക്കണ്ടേ? നിന്റെ ചുണ്ടുകളിലെ മധുരം എനിക്ക് പകർന്നു തരേണ്ടേ? എല്ലാം വേണം പെണ്ണെ. മനസ്സിലെ എരിയുന്ന നെരിപ്പേടിൽ തണുത്തുറഞ്ഞ മഞ്ഞിൽ തുള്ളികൾ പോലെ നീ എന്നിൽ പെയ്തിറങ്ങണം. വേണം. എങ്കിലേ മാത്രമേ എനിക്കൊന്ന് തണുത്തു വിറയ്ക്കാൻ പറ്റൂ. വിറച്ചാൽ മാത്രം മതിയോ നിനക്ക്? വിറച്ചാൽ മാത്രം പോരാ പെണ്ണെ, നിന്നെ നലിഞ്ഞു ചേരുകയും വേണം. അലിയാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഇപ്പോൾ കുളിര് പകരുവാനും ഞാനും തയ്യാറാണ്. ആലിപ്പഴം പോലെ കല്ലിച്ചു കിടക്കുന്ന വിഷമങ്ങൾ അലിയിപ്പിച്ചു കളയാൻ നിനക്കല്ലേ കഴിയൂ പെണ്ണെ. നിനക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സമാനതകളില്ലാതെ, സമാന്തരങ്ങളില്ലാതെ പ്രണയിച്ചു പോയി പെണ്ണെ. മരണത്തിനാണെങ്കിൽ പോലും നിന്നോടൊപ്പം അല്ലാതെ ഞാനില്ല ചക്ക. മരണത്തിനൊപ്പം കൂട്ടുപോകാൻ സമയമായിട്ടില്ല പെണ്ണെ. നീയും ഞാനും നമ്മുടെ മക്കളും അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നില്ലേ? ആരൊക്കെയുണ്ടെങ്കിലും നമ്മുടെ പാത്തുവിനെ പോലെ ആവോ? ആരും ആർക്കും പകരമാവില്ലെന്നറിയാം. എന്നാലും പാത്തുവിന് നമുക്കിടയിൽ ഒരു സ്ഥാനമുണ്ടല്ലോ. മനസ്സു തൊട്ട് മനുഷ്യരെ സൂക്ഷിക്കാൻ ഒരിടം വേണമായിരുന്നു. തിരഞ്ഞെടുക്കാനും കരയും കടലും തിരയുന്നത് പോലെ ഒന്നായി ഞാനങ്ങനെ എൻ്റെ പ്രണയമായിട്ട് അങ്ങനെ എഴുതി വെച്ചതുപോലെ. അതുപോലെയാണ് പെണ്ണ് നീയും. എത്ര ജന്മമുണ്ടെങ്കിലും നിന്നെക്കുറിച്ച് എഴുതിയാലും നിന്നെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയ്ക്കൊക്കെ ഉണ്ട് മോശം ഞാൻ. നീയും പാത്തുമായിരുന്നില്ലേ എൻ്റെ ലോകം. പാത്തു ഇല്ലാതെ നീയും ഞാനും മാത്രമായിട്ടുള്ളൊരു ലോകം. കരയിക്കല്ല ചക്ക. പാത്തുവിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ചുട്ടുനീറുകയാണ്. അവൾ തപ്പിത്തപ്പി നടന്നു വരുന്നത് ഞാൻ എത്ര സ്വപ്നം കണ്ടതാണ്. അലമാരയിൽ ഞാൻ അവൾക്കായി വാങ്ങിവെച്ച ചുവന്ന ഉടുപ്പുകളും കുഞ്ഞുചെരുപ്പുകളും ഇനി ആർക്കാണ് കൊടുക്കുക?
നിന്റെ കരുതലിനപ്പുറം ഞാൻ അവൾക്ക് വേണ്ടി ചിലത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്താ അത്? പുസ്തകത്തിനുള്ളിൽ വെയിൽ കൊള്ളാതെ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലിയും മഞ്ചാടിക്കുരുകളും, കവിളെഴുതാൻ കൺമഷിയും. ഉത്സവപ്പറമ്പിൽ നിന്നും വാങ്ങിവെച്ച ചെറിയ കുപ്പിവിളകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്കായി ഞാൻ വാങ്ങിയതെല്ലാം സൂക്ഷിച്ചു വെച്ചു. വലുതാവുമ്പോൾ, മാറുമ്പോൾ അതൊക്കെ ഞാൻ എന്താണ് ചെയ്യുക എന്നെനിക്ക് ഓർമ്മയില്ല. പക്ഷേ അവൾ എനിക്കൊരിക്കലും നമ്മളെ വിട്ടുപോയി എന്നെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തെങ്കിലും ഒരു തിരിച്ചുവരവ്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും. അതെന്താ മെഹ്റു അങ്ങനെ തോന്നാൻ കാരണം? എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സങ്ങനെ കൊതിച്ചു പോകുന്നു. കൊതിപ്പിക്കില്ല മാഷേ, ഒരിക്കൽ കൂടി ഒരു നിരാശ കൂടി എനിക്ക് താങ്ങാനാവില്ല. പ്രതീക്ഷകൾ ഒരുപാട് തരല്ലേ മെഹ്റു, കാത്തിരുന്നു പോകുന്ന പോലെയാണ് ഞാൻ. സത്യമാണ് നൂറ, അവൾ എവിടെയോ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു. ഇവിടെ നമ്മളോട് ഇക്കാര്യത്തിന് കള്ളം പറയുമോ മെഹ്റു? എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ. എങ്ങനെയാ ഇപ്പോൾ ഇതിൻ്റെ സത്യം ഒന്ന് തിരിച്ചറിയുക? എന്തു തന്നെ ആയാലും ഇവിടെ നിന്ന് നാട്ടിലെത്തിയാലേ കാര്യങ്ങൾ നടക്കൂ. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നെ ഒരിക്കലും റഫീഖ് അലിയൻ കാണാൻ വന്നിരുന്നു. അന്ന് എനിക്ക് ബോധമുണ്ട്. എങ്കിലും ആരോടും സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. മൂപ്പരുടെ കയ്യിൽ ഒരു എഗ്രിമെൻ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിലെൻ്റെ തമ്പ് കൊണ്ടുപോവുകയും ചെയ്തു. നീയത് ഉപ്പയോട് പറഞ്ഞില്ലേ? ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പയുടെ അടുത്തുനിന്നും വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല. മെഹ്റു, നീ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർക്കുന്നത്. പക്ഷേ അതൊരു സ്വപ്നമായി മാത്രമേ ഞാൻ അന്ന് കരുതിയിരുന്നുള്ളൂ. റഫീഖ് അലിയൻ എൻ്റെ തമ്പും എടുത്തിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും തമ്പെടുത്തിട്ട് എന്തോ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും മെഹ്റു അത്? അറിയില്ല പെണ്ണേ, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഉപ്പയോട് ചോദിച്ചു, വല്ല കാര്യമുണ്ടാവും മെഹ്റു? വേണ്ട നൂറ, അതിലൊന്നും വലിയൊരു പ്രതീക്ഷ എനിക്ക് തോന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇവരെല്ലാവരും കൂടി നമ്മളിൽ നിന്നും എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആരും നമ്മളോട് സത്യം പറയുമെന്ന് തോന്നുന്നില്ല. ശരിക്കും മെഹ്റുവിന് എന്താണ് തോന്നുന്നത്? നമ്മുടെ മോള് എവിടെയായിരിക്കും? അതൊന്നും എനിക്കറിയില്ല നൂറ, പക്ഷേ അവൾ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പടച്ചോനെ, അങ്ങനെ ഒരു അവസരം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ. നൂറയുടെ കൈകൾ കോർത്ത് മെഹ്റു അങ്ങനെ കിടന്നു. അവൻ കുറച്ച് കണക്കുകൂട്ടലുകളിലായിരുന്നു. പാത്തു മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത പറയുന്ന ഒരു സമയത്ത് ഒരു തരി പോലും ഉപ്പയുടെ മുഖത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ കണ്ണുകളിൽ നോക്കാൻ ഭയപ്പെട്ടിരുന്നു. അതിൽ നിന്നൊക്കെ വേറെ എവിടെയോ എന്തോ ഒരു സൂചന ഉള്ള പോലെ. അത് അവളോട് പറഞ്ഞില്ല എങ്കിലും മനസ്സിലിട്ട് അവയെ അങ്ങനെ അവൻ കുറുക്കിക്കൊണ്ടിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴാണ് ഉറങ്ങിപ്പോയത് എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. രാവിലെ സിസ്റ്റർ വന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. മെഹ്റുവിനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നൂറ പതിയെ കാലുകൾ നിലത്ത് വയ്ക്കുന്നുണ്ട് എങ്കിലും വീഴാനുള്ളതുപോലെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവർക്കായി അവിടെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. മെഹ്റു വീഴുമ്പോൾ അവൾ താങ്ങിപ്പിടിക്കും. അവനും അവളും അങ്ങനെ പരസ്പരം താങ്ങിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്കുള്ള തുടക്കം. ഇപ്പോഴാണല്ലേ മെഹ്റു ശരിക്കും ശരിയായത്? എന്താ മോളെ ഉദ്ദേശിച്ചത് എന്നുകൂടി പറയും. വിവാഹത്തിൻ്റെ അർത്ഥം പരസ്പരം താങ്ങാവുക എന്നല്ലേ? അങ്ങനെയും പറയാം, അല്ലെങ്കിൽ പരസ്പരം താങ്ങുക എന്നും പറയാം. ദേ ചെക്ക, ഞാനിവിടെ ഇട്ടിട്ട് പോകും കേട്ടോ. ആഹാ, എന്നാൽ എൻ്റെ സപ്പോർട്ടില്ലാതെ നടന്നു പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. മെഹ്റു നൂറയെ വെല്ലുവിളിച്ചു. നൂറ അവനിൽ നിന്നും തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് നൂറയുടെ പിന്നിൽ നിന്നും കൈയടി ഉയർന്നു. സ്വയം നടന്നുപോയ നൂറയെ കണ്ട് മെഹ്റു കൈയടിച്ചതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ രണ്ടുപേരും നടക്കാൻ നന്നായി പഠിച്ചിരുന്നു. ഒറ്റയ്ക്ക് നടന്നു പോകാം എന്നുവരെയായി. ആശുപത്രിയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മരണം പോലെ വന്ന് ജീവിതവുമായി തിരികെ പോകുമ്പോൾ കൂടെ നിന്നവർക്കെല്ലാം അവർ കൈകൂപ്പി. അതൊന്നും കാണാനുള്ള സമയം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വേറെ ആംബുലൻസുകളും അവിടെ എത്തിയിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തെ ആശുപത്രി വാസത്തിന് ശേഷം നൂറയും മെഹ്റുവും കുടുംബവും ഒരുമിച്ച് നാട്ടിലേക്ക് തിരിച്ചു. തുറന്ന് വീട്ടിൽ കയറിയ നൂറ
ഒന്ന് പൊട്ടിപ്പോയി. അന്ന് പാത്തുവുമായി അവസാനമായി പോകുമ്പോൾ ഒത്തിരി പ്രതീക്ഷകളായിരുന്നു. ഇന്നിപ്പോൾ ജീവിതത്തിൽ അവളില്ലാതെ മുറിയിൽ അലമാരകളിൽ അവർക്കു വേണ്ടി തയ്യാറാക്കിയ തുണികളെടുത്തു നോക്കി. ഒന്നും അവിടെ കണ്ടില്ല. ഉമ്മ, ഇവിടെ ഉണ്ടായിരുന്ന തുണികളൊക്കെ അവിടെ? നൂറ ഉമ്മയോട് ചോദിച്ചു. ഇവിടെ സുറുമയല്ലേ, അവൾ ആർക്കെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടാവും. കോലായിലെ ചാരുകസരയിലിരുന്ന് ഉപ്പാൻ്റെ അടുത്തേക്ക് എത്തിയ മെഹ്റു ചോദിച്ചു. ഉപ്പ, മോളുടെ മയ്യത്ത് എവിടെയാണ് അടക്കിയത്? ചോദ്യത്തിന് മുന്നിൽ ആദ്യം മൂപ്പര് ഒന്ന് പതറി, എങ്കിലും പിടിച്ചു നിന്നു. തൃശ്ശൂരിലെ നൂറയുടെ കുടുംബമായ മൈതാനിയിൽ. അതെന്താ, ഇവിടുത്തെ മൈതാനിയിലല്ലേ നടക്കേണ്ടത്? എനിക്കെൻ്റെ കുട്ടിയെ പിന്നെ എങ്ങനെ കാണാൻ കഴിയും? അതല്ല മോനെ, അന്നത്തെ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്താണ്. ആ വീട് മുഴുവൻ കുഞ്ഞിപ്പാത്തുവിൻ്റെ ഓർമ്മകളായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മെഹ്റു ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നൂറ വല്ലാതെ ഡൗൺ ആകുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ മെഹ്റു അവളെ ചേർത്ത് പിടിച്ചു. മുറിക്കകത്ത് കിട്ടിയ തൊട്ടിലിൽ വെറുതെ കാലിയായി കിടക്കുന്നുണ്ട്. എല്ലാവരും കരുതുന്ന പോലെ ഇതൊക്കെ വിശ്വസിച്ച് പൊരുത്തപ്പെട്ടു പോയി എന്നായിരുന്നു. പക്ഷേ നേരെ തിരിച്ചായിരുന്നു അവരുടെ ഉള്ളിൽ. അവൻ നൂറയുടെ ഉപ്പയെ വിളിച്ചു. ഉപ്പ, എവിടെയാണ് മോളെ കവറടക്കിയിരിക്കുന്നത്? 2 മിനിറ്റ് അയാൾ മൗനം പാലിച്ചു. ടൗണിലെ പള്ളിയിലെ മോനെ. കുറച്ചു നേരം അവൻ എങ്ങനെ ആലോചിച്ചു നിന്നു. ഒരിക്കലും ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ തൊട്ടിലിൽ നിന്നും കിട്ടിയ ഫീഡിംഗ് ബോട്ടിൽ, ഉപയോഗശൂന്യമായ പാമ്പേഴ്സ്, കുഞ്ഞിപ്പാത്തു ആക്സിഡൻറ്റിൽ മരിച്ചതാണെങ്കിൽ ഇതൊക്കെ പിന്നെ എങ്ങനെ ഇവിടെ എത്തും? കുഞ്ഞിപ്പാത്തു ജീവിച്ചിരുന്നു എന്നതിൻ്റെ കുറേ തെളിവുകൾ അവകാശിച്ചതുപോലെ. എവിടെയോ ഒരു മിസ്റ്റേക്ക്. ഉപ്പ പറഞ്ഞത് തൃശ്ശൂരിലെ കുടുംബ മൈതാനിയിൽ മറവ് ചെയ്തു എന്നാണ്. എന്നാൽ അവളുടെ ഉപ്പ പറയുന്നത് ടൗൺ പള്ളിയിൽ മറവ് ചെയ്തു എന്നാണ്. അതിൽ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. എവിടെയാണ് അടക്കിയത് എന്ന് പോലും ഇവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അവൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. നൂറയോട് റെഡിയാവാൻ പറഞ്ഞു. അവനും റെഡിയായി. തൃശ്ശൂരിലെ വീട്ടിൽ അവരെ അവിചാരിതമായി കണ്ടപ്പോൾ ഉപ്പയും ഉമ്മയും ഞെട്ടി. നമുക്കൊന്ന് പള്ളിക്കാട് വരെ ഒന്ന് പോയാലോ? എന്തിനാ മോളെ? എനിക്ക് എൻ്റെ മോളെ കബറൊന്ന് കാണണം. അതവൾ ചോദിക്കുമ്പോൾ മെഹ്റുവും കൂടെയുണ്ടായിരുന്നു. അയാളാകെ വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താപ്പാ, നമ്മൾ കാണാൻ പോവല്ലേ? അല്ല, എനിക്കൊരു അത്യാവശ്യം. എന്താപ്പാ, 2 മിനിറ്റ് നേരത്തെ പണിക്ക്, പെട്ടെന്ന് പോയിട്ട് വരാം. മോനെ, അത് സ്നേഹത്തിന് വാക്കുകൾ കിട്ടാതെ ആകെ വിഷമിച്ചു നിന്നു. ഉപ്പയെങ്കിലും സത്യം പറയണം. ഈ ഒരു സത്യം അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാലോ? അവളെ എന്തു ചെയ്തു എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഷൈനത്തയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളൊന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. മോനെ, ഞാൻ പറയാം. സെലീനാമ്മ അകത്തൊന്നും പുറത്തേക്ക് വന്നു. നൂറും മേറും ആകാംക്ഷയോടെ അവരെ നോക്കി. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവർ വള്ളിപുള്ളി തെറ്റാതെ അവരോട് പറഞ്ഞു. കഥകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മെഹ്റുവിനെ കെട്ടിപ്പിടിച്ചു കരച്ചിലേ. നീ എന്തിനാ പെണ്ണെ ഇനിയും കരയുന്നത്? എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറയും മെഹ്റു. ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ കാര്യമില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചെടുക്കാം. നമുക്ക് പോകാം മെഹ്റു, അവരുടെ അടുത്തേക്ക്. അവിടെ നിന്ന് കുഞ്ഞിനെയും കൂട്ടി വരാം. അങ്ങനെ നമുക്ക് അവിടെ നിന്നും കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ഞാനും നീയും ഒപ്പിട്ട എഗ്രിമെൻ്റ് പേപ്പറാണുള്ളത്. സുറിമി മെഹ്റുവിൻ്റെ അനിയത്തിയല്ലേ? മെഹർ പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ? ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ചു നടക്കുന്നവളാണ് അവൾ. എനിക്ക് വേണ്ടി കുഞ്ഞിനെ അവൾ വിട്ടുതരുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ എന്തു ചെയ്യും മെഹ്റു? നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോൾ നമുക്ക് കിട്ടില്ല നൂറ. അവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. ഇനിയെന്താ അടുത്ത വഴി മെഹ്റു? എനിക്ക് അവളെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഇത്രയും കാത്തില്ലേ? എന്തായാലും പെട്ടെന്ന് തന്നെ അവളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നീ ടെൻഷനാവല്ലേ?
മെഹ്റു റഫീഖിൻ്റെ നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനിടയിൽ നമ്പർ വീണ്ടും ഡയൽ ചെയ്തു. ഒടുവിൽ അപ്പുറത്തുനിന്നും ശബ്ദം കേൾക്കാം. അളിയ. മെഹ്റുവിൻ്റെ വിളിയിൽ മറുപടിയൊന്നും കേൾക്കുന്നില്ല. അളിയ. ഒന്നുകൂടി വിളിച്ചപ്പോൾ റഫീഖ് വിളി കേട്ടു. ഒരു വിവരമില്ലല്ലോ. ഞാനിവിടെ തന്നെയുണ്ട് മോനെ, ജോലിത്തിരക്കിലായിരുന്നു. അളിയൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഡൽഹിയിലാണ് മോനെ. ഡൽഹിയിൽ എവിടെയാണ്? പെട്ടെന്ന് റഫീഖിനെന്തോ അപകടം മണത്തു തുടങ്ങി. അവൻ ഫോൺ കട്ട് ചെയ്തു. മെഹ്റു വീണ്ടും വീണ്ടും ഫോൺ ചെയ്തുവെങ്കിലും ഫോൺ എടുത്തില്ല. മനഃപൂർവ്വം കട്ടാക്കി വിടുകയായിരുന്നു. ഡൽഹിയിലുള്ള ഏതോ കമ്പനി, അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അളിയൻ FB, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഇമെയിലോടെ വെച്ച് ഒരു പുതിയ ഫേസ്ബുക്ക് ID ഉണ്ടാക്കി പെട്ടെന്ന് അളിയനെ സെർച്ച് ചെയ്തു. അളിയൻ്റെ പല ഫോട്ടോകളും അതിലുണ്ട്. അളിയനും സുറുമിയും ഉള്ളതുകൊണ്ട് അവരങ്ങനെ മിക്സഡായി നിൽക്കുന്നതുമുണ്ട്. അങ്ങനെ എന്തൊക്കെയോ. പെട്ടെന്ന് ഒരു ഫോട്ടോ കൊണ്ട് മെഹ്റു നൂറയെ വിളിച്ചു. അവൾ വന്ന് ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. 1 മിനിറ്റ് ഒന്ന് അന്തിച്ചു നിന്നു. സുറുമിക്കും റഫീഖിനുമൊപ്പം. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക. നൂറുവിൻ്റെയും മെഹ്റുവിൻ്റെയും തൻ്റെ കുഞ്ഞിനായുള്ള പോരാട്ടമാണ് വരും ദിവസങ്ങളിലൊക്കെ. അവരുടെ ആപത്ഘട്ടത്തിൽ നഷ്ടമായ അവരുടെ കുഞ്ഞിനെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമോ എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ അടുത്ത എപ്പിസോഡുകൾക്കായി നമ്മുടെ ചാനൽ തുടർച്ചയായി കേൾക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.